വെൽക്കം ടു കൺസ്ട്രക്ട് പോസ്റ്റ് ബിൽഡിംഗ് സിസ്റ്റം. നിങ്ങളൊരു കഫേ, റെസ്റ്റോറന്റ്, ഐസ്ക്രീം ഷോപ്പ്, കൂൾ ബാർ, അതുപോലെ ഫുഡ് ഐറ്റംസിന്റെ കൗണ്ടറുകൾ, ഈ കാണുന്ന ബില്ലിംഗ് സിസ്റ്റംസ് മൊത്തം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. കുറഞ്ഞ ചെലവിൽ മുതൽ മീഡിയം ഹൈ റേഞ്ച് വരെയുള്ള ഫുൾ സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ 2-inch റെസിപ്റ്റ് പ്രിന്റർ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റർ മാത്രം ഉപയോഗിച്ച് ബിൽ ചെയ്യാം. പ്രിന്റർ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് ആയി പെയർ ചെയ്യുന്നു. ജസ്റ്റ് ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സിമ്പിൾ നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യുന്നു, ബില്ല് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് 2-inch റെസിപ്റ്റിൽ ബില്ല് ചെയ്യാം. ഇനി 3-inch റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബില്ല് ചെയ്യാം. 3-inch ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം, ജസ്റ്റ് പ്രിന്റ് എടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കട്ടായിരിക്കും ബില്ല്, നമുക്ക് ജസ്റ്റ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് 2-inch 3-inch വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ടാബിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബ് ത്രൂവും 2-inch 3-inch പ്രിന്റ് എടുക്കാം. ടാബിന്റെ കൂടെ നമുക്ക് ഒരു മെറ്റൽ ടൈപ്പ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് പ്രിന്റർ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു ടച്ച് POSന്റെ ലുക്ക് നമുക്ക് വരുന്നതാണ്. കുറഞ്ഞ ചെലവിൽ തന്നെ ബില്ലിംഗ് സെറ്റ് ചെയ്യാം. 2-inch റെസിപ്റ്റ് പ്രിന്ററും അതുപോലെ തന്നെ 3-inch റെസിപ്റ്റ് പ്രിന്ററും വെക്കാനുള്ള സ്പേസ് നമ്മുടെ സ്റ്റാൻഡിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് റോള് ചേഞ്ച് ചെയ്യണമെന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ വന്നിട്ട് വെക്കും. റോള് ലോഡ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ഇതാണ് ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചുള്ള, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സൈസിനനുസരിച്ചുള്ള ബില്ലിംഗ് സിസ്റ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ചെറിയ കൗണ്ടർ മുതൽ മീഡിയം സൈസ്, വലിയ സൈസ് ഉള്ള എല്ലാ ബിസിനസ് സ്ഥാപനത്തിലേക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബില്ലിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഹാർഡ്വെയറുകളാണ്. ഇനി സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.